ഒരു മുംബൈയിൽ റീത്തയുടെ മുൻപിൽ വെച്ച് എൽസമ്മയെ തല്ലി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുംബൈയിൽ നടക്കുന്നത് പ്രവചനാതീതമാണ്. വാക്കുകൾക്കും അതീതമാണ് കഥ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതായത് സ്റ്റാൻലി കൂടാതെ തന്നെ സഹോദരങ്ങൾ, അവരെല്ലാവരും തമ്മിലുള്ള പ്രശ്നത്തിന് സ്റ്റാൻലി തന്നെ മുൻകൈയിട്ട് പരിഹാരം കാണുന്നുണ്ട്. കൂടാതെ തന്നെ അലീന നമ്മുടെ അമ്മയെപ്പോലെയാണെന്നും പറയുന്നുണ്ട്. കാരണം അമ്മയുടെ മുഖച്ഛായയാണ് എന്നാണ് സ്റ്റാൻലി ഉദ്ദേശിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അതിനെല്ലാം പുറമെ അവരെല്ലാവരെയും കൊണ്ടുവന്ന് അലീനയുടെ മുൻപിൽ കാണിക്കുന്നുണ്ട് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അവരും ഞെട്ടി നിൽക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതിനെല്ലാം പുറമെ റീത്തമ്മ നമ്മുടെ വരാനായിട്ട്, സ്റ്റാലിൻ്റെ ഭാര്യ വരാനായിട്ട്, എൽസമ്മ വരാനായിട്ട് കാത്തിരിക്കുകയാണല്ലോ. ഒടുവിൽ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് നമ്മുടെ എൽസമ്മ കടന്നു വരികയാണ് എന്ന് കാണാം. എൽസമ്മ ആരാണെന്നറിയാനായിട്ട് എല്ലാവർക്കും ആകാംക്ഷയുമുണ്ട് എന്ന് കാണാം. ക്യാരക്ടർ ഇതുവരെയും റിവീലായിട്ടില്ലല്ലോ. അങ്ങനെ എൽസമ്മ വന്ന് കഴിയുമ്പോൾ നമ്മുടെ റീത്തയ്ക്ക് പവർ കൂടുകയാണെന്ന് കാണാം. കാരണം റീത്ത എൽസമ്മയാണ് മുന്നിൽ നിർത്തി കളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, പോകുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. ഒടുവിൽ റീത്ത പറഞ്ഞ് എൽസമ്മയുടെ മനസ്സിനെ നല്ല രീതിയിൽ പിടിച്ചുലയ്ക്കുകയാണ് എന്ന് കാണാൻ കഴിയും. അപ്പോഴാണെങ്കിൽ നമ്മുടെ എൽസമ്മ പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞിട്ട് എന്താണ് സ്റ്റാൻലി പറഞ്ഞത് എന്ന്. അവനെ ആ പെണ്ണിനെ പുറത്താക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനിയും നിങ്ങൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ, സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോയില്ലെങ്കിൽ ആകെ പ്രശ്നമാകുമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്? സ്റ്റാൻലി ചിലപ്പോൾ ചേച്ചിയെ കളിപ്പിക്കാനായിട്ട് ഓരോന്ന് ചെയ്യുന്നതായിരിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ലെന്നേ, ഇത് ശരിക്കും അവൻ്റെ മകൾ തന്നെയാണ്. ഏതാണ്ട് ഒരു രാജകുമാരിയെ പോലെ തന്നെയാണ് അവളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു? നമ്മുടെ റീത്തമ്മ നമ്മുടെ എൽസമ്മയോട് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ താമ പറഞ്ഞ കാര്യം കേട്ട് നമ്മുടെ സ്റ്റാലിൻ്റെ ഭാര്യ വളരെയധികം സങ്കടപ്പെടുകയാണ്. തൻ്റെ മക്കളോട് കാണിക്കാത്ത സ്നേഹം എന്തിന് അവളോട് കാണിക്കുന്നു എന്നുള്ളതാണ് ചോദ്യമെന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അയാളുടെ മോളായിട്ട് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് ആ പെൺകുട്ടിയെ അല്ലേ. അപ്പോൾ ആ പെൺകുട്ടിയെയാണ് അയാൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറയുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അയാളുടെ മകളായി അവളെ വിളിച്ചു കൊണ്ടുവന്നത്. കൂടാതെ തന്നെയാണെങ്കിൽ അവളുടെ അമ്മയെ അയാൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടാകണം. അതും ഒരു കാരണമായിരിക്കാമെന്ന് നമ്മുടെ റീത്ത പറയുമ്പോൾ ആകെ എൽസമ്മയ്ക്ക് വട്ട് പിടിക്കുകയാണ് എന്ന് കാണാം. നമ്മൾ വിചാരിച്ചാൽ അവളെ ഇറക്കി വിടാനായിട്ട് കഴിയില്ലേ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ചെന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ എന്നെ കടിച്ചു തിന്നാനായിട്ട് വരികയായിരുന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ നല്ല രീതിയിൽ എന്നെ വെല്ലുവിളിക്കുകയായിരുന്നു എന്ന് പറയുന്നതും കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ ആകെ കൂടി ഭ്രാന്ത് പിടിക്കുന്ന നമ്മുടെ സ്റ്റാലിൻ്റെ ഭാര്യയാണെങ്കിൽ വളരെയധികം ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. ആ രീതിയിൽ എൽസമ്മയുടെ മനസ്സിൽ വിഷം നിറയ്ക്കുകയാണ് റീത്ത എന്ന് കാണാം. ഇനി ആകെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് സ്വത്തുക്കൾ കൈക്കലാക്കുകയാണ് എന്നും
റീത്താമ്മ എൽസമ്മയോട് പറയുമ്പോൾ, എങ്കിൽ കാര്യങ്ങൾ ആ വഴിക്ക് തന്നെ പോട്ടെ, ചേച്ചിക്ക് എന്താണോ ഇഷ്ടം, ചേച്ചിക്ക് എന്താണോ താല്പര്യം, അതിലൂടെ തന്നെ പോകട്ടെ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്ത വളരെയധികം സന്തോഷിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് എല്ലാ സ്വത്തുക്കളും റീത്തയുടെ കൈകളിലേക്ക് വരികയാണല്ലോ. അതുകൊണ്ട് തന്നെ റീത്ത വളരെയധികം സന്തുഷ്ടയാകുവാനായിട്ട് പോവുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ റീത്തയും കൂടാതെ നമ്മുടെ സ്റ്റാലിൻ്റെ ഭാര്യയും ചേർന്ന് എവിടേക്ക് സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും സ്വത്തിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുകയാണ്. ആ സമയം സ്റ്റാലിൻ അവിടെ ഉണ്ടായിരിക്കില്ല എന്നതും ഒരു വാസ്തവമാണ്. സ്റ്റാലിനാണെങ്കിൽ പുറത്തേക്ക് തൻ്റെ തോട്ടത്തിലേക്ക് പോയിരിക്കുകയായിരിക്കുമെന്ന് കാണാൻ സാധിക്കും. ഇതേ സമയം അവധക്കുട്ടിയുമായിട്ട് അവർ വലിയൊരു പ്രശ്നമുണ്ടാക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ എന്തിനാണ് അവർ വന്നിരിക്കുന്നതെന്ന് അവധക്കുട്ടി ചോദിക്കുമ്പോൾ, നിങ്ങളുടെ മോനെ ഒരു കുളിരായ്മ കാണിച്ചിട്ടില്ലേ, അത് ചോദ്യം ചെയ്യാനും അതിനെ എതിർക്കാനുമാണ് വന്നിരിക്കുന്നത് എന്ന് ഉറക്കെ പറയുമ്പോൾ അവധക്കുട്ടി പറയുന്നുണ്ട്, നിങ്ങളെത്ര എതിർത്തിട്ടും അതിന് വലിയ പ്രയോജനമോ വലിയ മാറ്റമോ ഒന്നും ഉണ്ടാകാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ വാക്ക് കേട്ട് എന്തായാലും അവൻ ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ ഒരു ഇതും എന്ന് പറയുമ്പോൾ, അതെനിക്കറിയാലോ കിളവ, നിങ്ങൾക്ക് അല്ലെങ്കിലും നിങ്ങളുടെ മകനെയല്ലേ കൂടുതൽ ഇഷ്ടമെന്ന് റീത്ത പറയുന്നു. നിങ്ങൾക്കിപ്പോൾ പേരക്കുട്ടിയെ കിട്ടിയ സന്തോഷമായിരിക്കുമല്ലേ എന്ന് പറയുന്നതും കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ അലീന വരുന്നുണ്ട്. തൻ്റെ വല്യപ്പച്ചനെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞ് അലീന വരുമ്പോൾ, എന്തിനാടി ഒരുമ്പെട്ടോളെ നീ ഇങ്ങോട്ട് കയറി വന്നത്, നീ വന്നിട്ടാണ് സമാധാനം ഉണ്ടായിരുന്ന എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റാലിൻ്റെ ഭാര്യ വളരെയധികം പൊട്ടിത്തെറിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ വല്യപ്പച്ചനോട് മാന്യമായി സംസാരിക്കാത്തത് കൊണ്ട് തന്നെ അവർക്കിട്ടൊരു തട്ട് കൊടുക്കുന്ന അലീനയെ നമുക്ക് കാണാൻ കഴിയും. റീത്ത ഞെട്ടിപ്പോകുന്ന കാഴ്ചയും കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ, കൂട്ടുകാരെ.